നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ADGP വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ മുട്ടുമടക്കി CPI ഉൾപ്പെടെയുള്ള LDF ഘടകകക്ഷികൾ. അന്വേഷണം തീരും വരെ നടപടിയില്ലെന്ന നിലപാട് അംഗീകരിച്ചു. ADGP RSS നേതാവ് കൂടിക്കാഴ്ച അജണ്ടയിൽ പോലും ഇടം നേടിയില്ല. തെറ്റ് കണ്ടെത്തിയാൽ നടപടിയെന്ന് LDF കൺവീനർ. കൂടിക്കാഴ്ചയിലെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് സർക്കാരെന്ന് മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തിയെന്ന PV അൻവർ MLAയുടെ ആരോപണത്തിൽ ഇടപെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിഷയത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയോട് അടിയന്തര റിപ്പോർട്ട് തേടി. ഗുരുതരമായ നിയമലംഘനമെന്നും ഗവർണർ. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ സ്റ്റഡി ക്ലാസ് അല്ല, ആരോപണങ്ങൾക്ക് മറുപടിയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ്. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. RSSുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയ ചരിത്രം CPIM-നാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ BJP-യുമായി സഖ്യത്തിലേർപ്പെടാൻ CPIM-ന് ഒരു മടിയുമില്ലെന്നും ചെന്നിത്തല. RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയില്ലെന്ന് സ്പീക്കർ AN ഷംസീറിന്റെ നിലപാടിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്നും ആ സ്ഥാനത്തിരുന്ന് പറയാൻ പാടില്ലാത്ത കാര്യമാണെന്നും ഡെപ്യൂട്ടി സ്പീക്കർ. മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടെയാണ് സ്പീക്കർ AN ഷംസീർ RSS അനുകൂല പ്രസ്താവന നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. AN ഷംസീറിനെ പാമ്പേർഡ് ബോയ് എന്ന് വിശേഷിപ്പിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. PV അൻവറിനെ പോലെയുള്ള അവസരവാദിയെ കോൺഗ്രസിന് വേണ്ടെന്നും നിലമ്പൂരിൽ ഒന്നാംതരം സ്ഥാനാർത്ഥികളുണ്ടെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ വീണ്ടും PV അൻവർ. ADGP-യും RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് P ശശി പൂഴ്ത്തി. കൂടിക്കാഴ്ച മുഖ്യമന്ത്രി അറിഞ്ഞില്ല. പോലീസിലെ RSS സംഘം സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അട്ടിമറിച്ചെന്നും PV അൻവർ. PV അൻവറിന്റെ നിലപാടിനനുസരിച്ച് കേരള രാഷ്ട്രീയം മാറ്റാനാകില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവർ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും എഴുതി നൽകട്ടെയെന്നും TP രാമകൃഷ്ണൻ 24-നോട്. പ്രാർത്ഥനകൾ വിഫലം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെല്ലാം നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസൺ വിടവാങ്ങി. മരണം. വാഹനാപകടത്തിൽ പരുക്കേറ്റ് മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കും. ആലപ്പുഴ കലവൂരിലേത് അതിക്രൂര കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സുഭദ്രയുടെ വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്നു. കഴുത്തും കൈയും ഒടിഞ്ഞ നിലയിൽ. ഇടത് കൈ ഒടിഞ്ഞത് കൊലപ്പെടുത്തിയ ശേഷം. പ്രതികളായ മാത്യൂസിനെയും ശർമിളയെയും കുറിച്ച് തുമ്പില്ലാതെ പോലീസ്. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സംഘർഷം. KSU SFI പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തെ തുടർന്ന് സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. പിന്നീട് തുടർ നടപടികൾ നടക്കുമെന്ന് സർവകലാശാല അധികൃതർ. ഹൈക്കോടതി വിപുലമായ അധികാരം നൽകിയതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് പ്രത്യേക അന്വേഷണ സംഘം. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി DGP-യെ അറിയിക്കും. ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് WCC. സിനിമാ മേഖലയിലെ വിവാദത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഭിന്നത രൂക്ഷം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പൊളിച്ചുപണിയണമെന്ന നിർമ്മാതാവ് സാന്ദ്ര തോമസ്. നിലവിലെ കമ്മിറ്റിക്ക് നിക്ഷിപ്ത താൽപര്യങ്ങളെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ഷീലു കുര്യനും സംഘടനയ്ക്ക് കത്ത് നൽകി. തനിക്കെതിരെയുള്ള പീഡനാരോപണങ്ങളിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഗൂഢാലോചനയും സംശയിച്ച് നടൻ നിവിൻ പോളി. സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിവിൻ പോളി ക്രൈംബ്രാഞ്ച് DGP-ക്ക് പരാതി നൽകി. താരസംഘടനയായ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ വിനയൻ. സംഘടനയെ മുച്ചൂട് നശിപ്പിച്ച സൂപ്പർ താരങ്ങൾക്ക് പരവതാനി വിരിച്ചവരാണ് അമ്മ സംഘടനയെന്നും വിനയൻ കുറ്റപ്പെടുത്തി. ബ്രോഡാഡി സെറ്റിലെ പീഡനക്കേസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന മൻസൂർ റഷീദ് അറസ്റ്റിൽ. ഇന്നലെ ഹൈദരാബാദിലെ കുക്കട്പള്ളി കോടതിയിലെത്തി കീഴടങ്ങി. കോടതി മൻസൂർ റഷീദിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി മദ്രസാധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വിഴിഞ്ഞം സ്വദേശി അജ്മൽ ഖാനാണ് ക്രൂരപീഡനത്തിനിരയായത്. മദ്രസാധ്യാപകനായ ഉമയൂർ അഷ്റഫ് ചൂരൽ കൊണ്ട് അടിക്കുകയും ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ശരീരം പൊള്ളിച്ചതായും പരാതി. ചണ്ഡീഗഡിൽ ഗ്രനേഡ് ആക്രമണം. വീട്ടിലേക്ക് അക്രമി ഗ്രനേഡ് എറിഞ്ഞു. സെക്ടർ 10-ലാണ് സംഭവം. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സിനെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് പശ്ചിമബംഗാൾ സർക്കാർ. ഇന്ന് വൈകിട്ട് 6 മണിക്കായിരുന്നു ചർച്ച നടന്നത്.
മണിപ്പൂരിലെ സംഘർഷങ്ങൾക്ക് അയവില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 2 ദിവസത്തേക്ക് കൂടി അവധി. ഞായറാഴ്ച വരെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിരോധിച്ചു. 3 ജില്ലകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുന്നു. പാലക്കാട് ചെമ്മണാമ്പതിയിൽ പിടികൂടിയത് 3000 ലിറ്റർ സ്പിരിറ്റ്. പിടികൂടിയത് സ്വകാര്യ വ്യക്തിയുടെ മാന്തോപ്പിൽ കന്നാസുകളിലാക്കി കുഴിച്ചിട്ട സ്പിരിറ്റ്. ജല അതോറിറ്റി നാളെ നടത്താനിരുന്ന അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചതിനാൽ തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറ മേട്ടുക്കട റോഡിൽ നാളെ ജലവിതരണം മുടങ്ങില്ല. സാങ്കേതിക കാരണങ്ങളാലാണ് അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചത്. കുവൈറ്റ് സമുദ്രാതിർത്തിയിലെ കപ്പൽ അപകടത്തിൽ കാണാതായവരിൽ കണ്ണൂർ സ്വദേശിയും ആലക്കോട് വെള്ളാട് സ്വദേശി അമൽ സുരേഷ് അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നതായി സ്ഥിരീകരണം. ഇറാനിയൻ ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഉഴുന്നുവടയിൽ ബ്ലേഡ്. കുമാർ ടിഫിൻ സെന്ററിൽ നിന്ന് ഉഴുന്നുവട വാങ്ങിയവർക്കാണ് ബ്ലേഡിന്റെ പകുതി കിട്ടിയത്. ഉഴുന്നുവട കഴിക്കുന്നതിനിടെ പല്ലിലെ കമ്പിയിൽ ബ്ലേഡ് കുടുങ്ങുകയായിരുന്നു. ഹോട്ടൽ അടപ്പിച്ച് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് കൊളത്തറ ചുങ്കത്ത് തോണി മറിഞ്ഞ് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. താമരശ്ശേരി സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. അപകടമുണ്ടായതിന് 100 മീറ്റർ അകലെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. പത്തനംതിട്ടയിൽ CPIM-ൽ ചേർന്ന കാപ്പ കേസ് പ്രതി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ശരൺ ചന്ദ്രനെയാണ് ഡിവൈഎഫ്ഐ മേഖലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ശരൺ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ മന്ത്രി വീണ ജോർജ്, CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് വിവാദമായിരുന്നു. ഓണക്കാലത്തെ യാത്രാത്തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് 2 സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. കൊച്ചുവേളി, ഹുബ്ബള്ളി, സെക്കന്ദരാബാദ്, കൊല്ലം എന്നീ ട്രെയിൻ സർവീസുകളാണ് തുടങ്ങിയത്. ഓൾ ഇന്ത്യ പെർമിറ്റിൽ ബസ് ഉടമകൾക്ക് തിരിച്ചടി. ഓൾ ഇന്ത്യ പെർമിറ്റ് നേടിയ ബസ്സുകൾക്ക് വഴിയിൽ നിന്ന് ആളെ കയറ്റാൻ അനുമതിയില്ലെന്ന് ഹൈക്കോടതി. ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന നിയമവിധേയമെന്നും കോടതി. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പുനരന്വേഷണത്തിനായി 10 ദിവസം ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ. മറ്റന്നാൾ അപേക്ഷയിൽ തീരുമാനമെടുക്കാമെന്ന് കോടതി. സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിക്കെതിരെ ആരോപണം തുടർന്ന ഹിൻഡൻബർഗ്. സെബി മുഴുവൻ സമയ അംഗമായിരിക്കെ മാധവി ബുച്ച് കൺസൾട്ടൻസി സ്ഥാപനം മുഖേന പണം കൈപ്പറ്റിയെന്നും ഹിൻഡൻബർഗ്. കൺസൾട്ടൻസി സ്ഥാപനത്തിലെ 99% ഓഹരികളും മാധവി ബുച്ചിന്റെ പേരിലെന്നും ഹിൻഡൻബർഗ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഈ മാസം 25 വരെ നീട്ടി. കേസിൽ വ്യവസായി അരുൺ രാമചന്ദ്ര പിള്ളയ്ക്ക് ജാമ്യം. ED രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ബോളിവുഡ് നടി മലൈക അറോറ ഖാന്റെ പിതാവ് അനിൽ അറോറ ആത്മഹത്യ ചെയ്തു. മുംബൈ ബാന്ദ്രയിലെ വസതിയിൽ 6ാം നിലയിൽ നിന്ന് ചാടുകയായിരുന്നു. വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് സൂചന. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. എക്സൈസ് വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി MB രാജേഷ്. പത്തനംതിട്ടയിൽ എക്സൈസ് വകുപ്പ് വാങ്ങിയ എക്സൈസ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. 70 ലക്ഷം രൂപയാണ് കൈമാറിയത്. തിരുവനന്തപുരം കല്ലറയിൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. 1 കിലോയിലധികമുള്ള കഞ്ചാവാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം തലയോലപ്പറമ്പിൽ കോഴിക്കൂട്ടിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങിയതിനു ശേഷം കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ കുടുങ്ങുകയായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയാണ് പാമ്പിനെ പുറത്തെടുത്തത്. കൊച്ചി കണ്ടെയ്നർ റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ബൈക്ക് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി ആടിനെ ആക്രമിച്ചു. ചൂലിക്കാട് സ്വദേശി അശോകന്റെ വീട്ടിലാണ് പുലി എത്തിയത്. പുലർച്ചെ 1:30 പുലിയുടെ ആക്രമണം. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ മദ്യപ സംഘത്തിന്റെ ആക്രമണം. മദ്യപിച്ചെത്തിയ 4-അംഗ സംഘം കണ്ടക്ടറെ മർദ്ദിച്ചു. അക്രമികളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. മലപ്പുറം ചിറമംഗലത്ത് നടുറോഡിലെ ഗട്ടറിൽ സ്കൂട്ടർ മറിഞ്ഞ അപകടം. യുവതി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. റോഡിൽ തലയിടിച്ചു വീണ യുവതി പിന്നാലെ വന്ന ബസ് ദേഹത്ത് കയറാതെ രക്ഷപ്പെട്ടു. കോട്ടയത്ത് ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കടുത്തുരുത്തി KS-പുരം സ്വദേശി ശിവദാസ്, ഭാര്യ ഹിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടബാധ്യത മൂലം ദമ്പതികൾ തൂങ്ങി മരിച്ചതാകാമെന്ന് പോലീസ്. പത്തനംതിട്ടയിൽ വീട്ടമ്മയുടെ കാല് ഓടയുടെ സ്ലാബിനടിയിൽ കുടുങ്ങി അപകടം. സ്കൂട്ടറിൽ നിന്നിറങ്ങവേ ഓമലൂർ സ്വദേശിനി ബീനയുടെ കാല് ഓടയുടെ സ്ലാബിനിടയിൽ കുടുങ്ങുകയായിരുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കാട്ടാനയെത്തി. സ്റ്റേഷന് മുന്നിലെ തെങ്ങ് പിഴുതെറിയാൻ ശ്രമിച്ച ഒറ്റയാനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി തുരത്തി. ദൃശ്യങ്ങൾ 24.
തൃശൂർ അമല ആശുപത്രിയിലെ നഴ്സുമാരും സ്റ്റാഫ് അംഗങ്ങളും CNGAയുടെ നേതൃത്വത്തിൽ മോതിരക്കണ്ണിയിലെ അമ്മ എന്ന അഗതി മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പം ഓണം ആഘോഷിച്ചു. അമല മെഡിക്കൽ കോളേജ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി, ഫാദർ സണ്ണി കൊച്ചുകരോട്ട് എന്നിവർ ഓണസന്ദേശം നൽകി. പ്രധാന അറിയിപ്പുകൾ. ഇന്ത്യൻ നേവിയിൽ മെഡിക്കൽ സഹായികളാകാൻ അവസരം ഈ മാസം 17 വരെ അപേക്ഷിക്കാം. പുരുഷന്മാർക്കാണ് അവസരം. വിശദ വിവരങ്ങൾ വെബ്സൈറ്റ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാർ അടിസ്ഥാനത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. പ്രായപരിധി 30 വയസ്സ്. ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷിക്കും. അസാപ് കേരള വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾ വെബ്സൈറ്റ്. കേരള ഗവൺമെന്റ് നഴ്സസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നഴ്സസ് ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡിനും സ്കോളർഷിപ്പിനും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 30. ദേശീയ വാർത്തകൾ. സഞ്ചാർ സാഥി പോർട്ടലിലൂടെ ഇന്ത്യയിൽ ഇതുവരെ വിച്ഛേദിച്ചത് 1 കോടി വ്യാജ മൊബൈൽ കണക്ഷനുകൾ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം 3.5 ലക്ഷത്തിലധികം നമ്പറുകളാണ് വിച്ഛേദിച്ചത്. ആന്ധ്രാപ്രദേശിലെ ദേവരപ്പള്ളിയിൽ ട്രക്ക് കനാലിലേക്ക് മറിഞ്ഞ് 7 മരണം. പരുക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ആന്ധ്ര മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു. കനത്ത മഴയെ തുടർന്ന് ഛത്തീസ്ഗഡ് ദുർഗിലെ ശിവനാഥ് നദിയിലെ ജലനിരപ്പ് ഉയർന്നു. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 50 പേരെ രക്ഷപ്പെടുത്തി SDRF. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മിസോറാം ഗവർണർ ഹരിബാബു കമ്പംപതി ആശുപത്രിയിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിന്ന് ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ശീലമാണെന്നും അമിത്ഷാ. 5 പ്രത്യേക പോക്സോ കോടതികൾ കൂടി സ്ഥാപിക്കാൻ ഒരുങ്ങി ബംഗാൾ സർക്കാർ. നിർദ്ദേശത്തിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. അഴിമതി കേസുകളുടെ മെല്ലപ്പോക്ക് പരിശോധിക്കാൻ മന്ത്രിതല സമിതിയെ നിയമിച്ച് കർണാടക സർക്കാർ. മന്ത്രി G. പരമേശ്വരയുടെ നേതൃത്വത്തിൽ 5 മന്ത്രിമാരാണ് സമിതിയിലുള്ളത്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. ഗവർണർ ഇന്ന് ഗുവാഹത്തിയിലേക്ക്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെയാണ് യാത്ര. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഡൽഹി എയിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് യെച്ചൂരി. ഉത്തരേന്ത്യയിൽ ഭൂചലനം. ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിലാണ് ഭൂചലനമുണ്ടായത്. പാകിസ്ഥാനിലെ കരോറിലാണ് പ്രഭവ കേന്ദ്രം. ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട. 2.9 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. 7 പേർ അറസ്റ്റ്. അതിർത്തിയിൽ പ്രകോപനമില്ലാതെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത് പാകിസ്ഥാൻ. വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായത് ജമ്മുകശ്മീരിലെ അഖ്നൂരിൽ. ഇനി രാജ്യാന്തര വാർത്ത. കാലിഫോർണിയയിൽ ഭവനരഹിതരുടെ എണ്ണത്തിൽ വർധന. 1,86,000 പേർ ഭവനരഹിതരെന്ന് റിപ്പോർട്ട്. സാൻ ലൂയിസ് കൗണ്ടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഭവനരഹിതരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായും റിപ്പോർട്ട്. ജയിലിൽ കഴിയുന്ന തടവുകാരെ നേരത്തെ വിട്ടയക്കാൻ ഒരുങ്ങി UK. തടവുകാരുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഓസ്ട്രേലിയയിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിൽ ഡ്രൈവർക്ക് 32 വർഷം തടവ്. അപകടമുണ്ടായത് 2023 ജൂൺ 11. ഗസയിലെ ജബലിയ പട്ടണത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം. 9 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്ക്. ബെബിങ്ക ചുഴലിക്കാറ്റ് വാരാന്ത്യത്തിൽ ജാപ്പനീസ് ദ്വീപുകളിൽ എത്തുമെന്ന് മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യത. വിയറ്റ്നാമിൽ യാഗി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 141ആയി. 54 പേരെ കാണാനില്ല. ഇനി ബിസിനസ് വാർത്തകൾ. iPhone 16 ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. ആഗോളതലത്തിൽ ജനപ്രിയ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്നും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ശക്തിയാർജിക്കുകയാണെന്നും മന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയുടെ HMT വാച്ച് വീണ്ടും എത്തുന്നു. 6,500 കോടിയുടെ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. ആഗോള വിപണിയിൽ അവതരിപ്പിച്ച ഹ്യുണ്ടായി അൽകാസർ ഫേസ് ലിഫ്റ്റ്. എക്സ് ഷോറൂം വില 14.99 ലക്ഷം.
റോബസ്റ്റ് എമറാൾഡ്, സ്റ്റാറി നൈറ്റ്, റേഞ്ചർ ഖാക്കി, ഫിയറി റെഡ് തുടങ്ങിയ കളറുകളിൽ ലഭ്യമാണ്. പുതിയ അപ്ഡേഷനുമായി ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണുകൾ, AI വാൾപേപ്പർ, AI ഇറേസർ തുടങ്ങിയവയാണ് പ്രധാന അപ്ഡേഷനുകൾ. കായിക വാർത്തകൾ. IOA അധ്യക്ഷ PT ഉഷയ്ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട സമയത്ത് പിന്തുണ ലഭിച്ചില്ലെന്നും ആശുപത്രിയിലെത്തി അനുവാദമില്ലാതെ ഉഷ ഫോട്ടോ എടുത്ത് മടങ്ങിയെന്നും വിനേഷ് ഫോഗട്ട്. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഓസ്ട്രേലിയൻ ഹോക്കി താരം ടോം ക്രെയ്ഗിന് 1 വർഷത്തെ വിലക്ക്. പാരീസ് ഒളിമ്പിക്സിനിടെയാണ് സംഭവം. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. റീ റിലീസിന് ഒരുങ്ങി പാലേരി മാണിക്യം. ഈ മാസം 20-ന് സിനിമ വീണ്ടും തിയേറ്ററുകളിലെത്തും. പടക്കളം സിനിമയുടെ ചിത്രീകരണം തുടങ്ങി. ഫ്രൈഡേ ഫിലിം ഹൗസാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ഫാക്ട് ചെക്ക്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ തുടർന്ന് പിണറായി വിജയനെതിരെ EP ജയരാജൻ നടത്തിയ പ്രസംഗം എന്ന പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. 10 വർഷം മുൻപ് കേരള രക്ഷാ മാർച്ചിനിടെയുള്ള വീഡിയോയാണ് തെറ്റായ ക്യാപ്ഷനോടെ പ്രചരിക്കുന്നത്. ഇനി നാളത്തെ വാർത്തകൾ. ഓണത്തോടനുബന്ധിച്ച് പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറക്കും. കന്നിമാസ പൂജകൾക്ക് ശേഷം ഈ മാസം 21-ന് നടയടയ്ക്കും. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന എറണാകുളം ജില്ലാതല അദാലത്ത് നാളെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാവിലെ 10-ന് ആരംഭിക്കുന്ന അദാലത്തിന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി നേതൃത്വം നൽകും. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിലെ വർക്കിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. നാളെ രാവിലെ 9 മുതൽ കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കും. ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായി കോട്ടയം ജില്ലാ കോർഡിനേറ്ററെയും CDS കോർഡിനേറ്ററെയും കുടുംബശ്രീ വഴി നിയമിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. കൽപ്പറ്റ ഗവൺമെന്റ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ഖാൻ യൂനിസിൽ ഇസ്രയേൽ ആക്രമണം, 27 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരുക്ക്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമയും യുക്രൈൻ തലസ്ഥാനമായ കീവിൽ യുക്രൈനിലെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. പാകിസ്ഥാനിൽ ഭൂചലനം 5.8 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.